കാസർഗോഡ് തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ പ്രചാരണ പരിപാടി CPM പ്രവർത്തകർ തടഞ്ഞെന്ന് പരാതി. പ്രചാരണവുമായി ചെറുവത്തൂർ ടൗണിലെത്തിയ പ്രവർത്തകരെ തടഞ്ഞുവെന്നതാണ് പരാതി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്താണ് സംഭവിച്ചത്? CPM പ്രവർത്തകർ അത്തരത്തിൽ തടഞ്ഞുവെന്ന പരാതിക്കിടയാക്കിയ സാഹചര്യം എന്താണ്? മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ സന്ദീപ് വാര്യരുമായി ഈ പ്രവർത്തകർ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? പ്രവിത, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ചെറുവത്തൂരിൽ വെച്ച് കോൺഗ്രസിന് UDFന്റെ സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യർക്ക് വേണ്ടി പ്രവർത്തകർ പ്രചരണവുമായി പോവുകയായിരുന്നു. ആ സമയത്താണ് CPM പ്രവർത്തകർ തടഞ്ഞു എന്നൊരു ആരോപണം വരുന്നത്. ഈ പ്രദേശം ചെറുവത്തൂർ മേഖല എന്ന് പറയുന്നത് CPMന് സ്വാധീനമുള്ള മേഖലയാണ്. ഈ LDF പ്രവർത്തകർക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ നോട്ടീസ് കൊടുക്കാനും അതുപോലെ തന്നെ പ്രചരണത്തിനും വേണ്ടി എത്തിയ പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് CITU പ്രവർത്തകരാണ് തടഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ്. അതിനുശേഷം സന്ദീപ് വാര്യർ ആ പ്രദേശത്തേക്ക് എത്തുന്നു. തുടർന്ന് സന്ദീപ് വാര്യരും CITU പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. ഈ CPM പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ വിശദീകരണം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരും അതുപോലെ തന്നെ UDF പ്രവർത്തകരും ഇവരെ പ്രകോപിതരാക്കി എന്നുള്ളതാണ്. കുറേ സമയം അവിടെ ഇരു കൂട്ടരും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം പിന്നീട് അതൊരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ട സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. ഇരു കൂട്ടർക്കും സ്വാധീനമുള്ള മേഖലയാണ് ഈ ചെറുവത്തൂർ മേഖല. CPMനും അതുപോലെ തന്നെ UDFനും ഒരുപോലെ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെയാണ് ഈ വാക്കുതർക്കവും അതുപോലെ തന്നെ മറ്റ് അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായത്. അത് പിന്നെ സംഘർഷത്തിലേക്ക് കടന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേതാക്കൾ ഇടപെട്ട ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.